Okay. So renewable and non-renewable resources. Renewable resources means the resources that can be reused. After once if we use, after again once we can use. Okay, our natural resources can be divided into two main groups. First one is renewable and second one is non-renewable. Renewable resources are those that will either never run out or those that are replaced within a reasonable period of time through the natural process. So renewable resources എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നത്. For example, നമ്മുടെ air, oxygen. Oxygen, all living things use the oxygen for breathing purposes, isn't it? Okay, we use it, but at the same time, plants will give out oxygen during the process of photosynthesis. So, ഒരു ഭാഗത്ത് നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഭാഗത്ത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ ഓക്സിജൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. So these are renewable resources. ഒന്നുകിൽ നമ്മൾ renewable resources that are either never run out, ഒരിക്കലും തീരാത്തത്, otherwise or those that are replaced within a period of time. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കറിയാം നമ്മുടെ കിണറ്റിലൊക്കെ ഉള്ള വെള്ളം പല കിണറുകളിലും എല്ലാ കിണറിലല്ല പല കിണറിലും വെള്ളം നമ്മൾ കുറച്ച് വെള്ളം ഉണ്ട് അത് എടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ വെള്ളം വരുന്ന കിണറുകളുണ്ട്. അപ്പൊ എടുത്ത് കംപ്ലീറ്റ് തീരാറായി പക്ഷെ ആ വെള്ളം പിന്നെ നമ്മൾ രാവിലെ വെള്ളം കോരി കഴിഞ്ഞ് വെച്ചിട്ട് തീർന്നു എന്നൊരിക്കൽ വൈകുന്നേരം അമ്പതിനും വെള്ളമാകും അല്ലെ വൈകുന്നേരം തീർന്ന വെള്ളം രാവിലെ നോക്കും വീണ്ടും കിണറ്റിലാകുന്നുണ്ട്. എല്ലാ കിണറിലും അങ്ങനെയല്ല. പിന്നെ നമ്മുടെ വേറെ കിണറ്റിലൊക്കെ ആണെന്നൊരിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പം നമുക്കറിയാം വറ്റുന്ന കിണറാണെങ്കിലും മഴക്കാലമാകുമ്പോൾ വീണ്ടും വെള്ളമാകുന്നു അല്ലെ. നമ്മുടെ റിവേഴ്സ് ഒക്കെ ആണെന്നൊരിലും കുറെ കഴിയുമ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണങ്ങി പോകും. പക്ഷെ അടുത്ത നെക്സ്റ്റ് റെയിനി സീസൺ ആകുമ്പോഴേക്കും വെള്ളം വരുന്നു അല്ലെ. പക്ഷെ നമ്മളൊരു പാത്രം നിറച്ചും വെള്ളം എടുത്തു അതിനകത്ത് എടുത്തോണ്ടിരിക്കുന്ന അനുസരിച്ച് അത് തീർന്നുകൊണ്ടിരിക്കും പിന്നെ അതിനകത്ത് വരുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കോരി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബക്കറ്റ് ശേഖരിച്ചിരിക്കുന്ന വെള്ളം ആസ് വി യൂസ് ഇറ്റ് വിൽ ബി ഫിനിഷിങ്. once it is finished again it will not cannot be filled. അതർവൈസ് നമുക്ക് വീണ്ടും വെള്ളം കോരി ഒഴിക്കണം. ഉറവയായിട്ട് പിന്നെ വെള്ളം വരില്ല. കിണറ്റിലൊക്കെ അങ്ങനെയല്ല നമ്മൾ എടുക്കുന്ന അനുസരിച്ച് പിന്നെ വരും ഉറവയുണ്ടെങ്കിൽ അല്ലെ. Okay. So for example, sunlight is a resource that will never run out. Sunlight is a natural resource and it will never run out. Means never will Miss stop. Run out Stop. തീർന്നു പോകുക. ഫിനിഷ്. നിന്നു പോകുന്നത്. അപ്പൊ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിന്നു പോകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് പിന്നെയും സൺലൈറ്റ് ഉണ്ട്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ സൺലൈറ്റ് ഉണ്ട് അല്ലെ. ഓക്കെ. നെക്സ്റ്റ്. As the sun is expected to last for another 5 billion years. അടുത്ത ഒരു 5 ബില്യൺ ഇയേഴ്സോ 5 മില്യനും അല്ല 5 ബില്യൺ എന്ന് വെച്ചാൽ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ സണ്ണിനി ഉണ്ടാകും. അതുവരെ സൺലൈറ്റ് ഉണ്ടാകും. സൺ ഉള്ളിടത്തോളം കാലം സൺലൈറ്റ് ഉണ്ടായിരിക്കും അല്ലെ. സോ for example, sunlight is a resource that will never run out as the sun is expected to last for another 5 billion years. Oxygen is a renewable resource because it is continuously supplied by plants during photosynthesis. Process of reproduction replaces trees and other living organisms. So നമ്മൾ പറയും ഓക്സിജൻ തീർന്നു പോകുന്നു. ഓക്സിജൻ തീർന്നു പോകത്തില്ല. കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് പ്ലാന്റ്സ് ഓക്സിജൻ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. പിന്നെ റീപ്രൊഡക്ഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പൊ ഒരു ട്രീ വലുതായി വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോയെന്നാലും അതിന്റെ ന്യൂ പ്ലാന്റ്സ് കുറെ എണ്ണം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു പ്രൊസീജിയർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്ലാന്റ്സ് വിൽ ബി ദെയർ മോർ. നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രീസ് ഉണ്ടായിരിക്കും അല്ലെ. സോ അതുകൊണ്ട് നമ്മുടെ ഓക്സിജൻ അങ്ങനെ തീർന്നു പോകുന്നതല്ല. ഓക്സിജൻ ആസ് വി യൂസ് പ്ലാന്റ്സ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. Oxygen is a renewable source because it is continuously supplied by plants during photosynthesis. Process of reproduction replaces trees and other living organisms. However, most renewable resources are
exhaustible if we use them at a faster rate than they are renewed, or if we disturb the natural method of other renewable. For example, groundwater is a renewable resource. However, today we are using it at a faster rate than the rate at which it is renewed. Okay, നമ്മളിപ്പോ പറഞ്ഞ ഓക്സിജനും എത്ര ഇതാന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്കറിയാം സൺലൈറ്റിനെ വിടുക, സൺലൈറ്റ് നമ്മൾ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയല്ല, അത് സൺ ഉള്ളിടത്തോളം കാലം സൺലൈറ്റ് ഉണ്ടാകും. പറഞ്ഞ ഓക്സിജന് ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ തരുന്നുണ്ട്. പ്ലാന്റ്സിന് നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റ് ഡ്രൈ ആയി അത് വർഷങ്ങൾക്ക് ശേഷം അത് ഉണങ്ങി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും ആ അത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് അതിന്റെ ന്യൂ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ സീഡ്സിലൂടെ. സോ ഒരു ട്രീക്ക് പകരം കുറെ പ്ലാന്റ്സ് ഉണ്ടാവും. പക്ഷേ if you are cutting off all these plants, then the production of oxygen from these plants will be very less. സോ അപ്പൊ നമ്മളുടെ ആളുകളുടെ എണ്ണം കൂടുകയും ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട്, അതായത് ഡീഫോറസ്റ്റേഷൻ ഒക്കെ നടത്തി പ്ലാന്റ്സിന്റെ അളവ് കുറയുമ്പോൾ ഓഫ് കോഴ്സ് ഓക്സിജന്റെ അളവും കുറയും, അല്ലെ? ലൈക്ക് ദ സെയിം വേ യൂസ് ഓഫ് വാട്ടർ ഓൾസോ നമ്മുടെ യൂസിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഏത് വസ്തുവാണേലും അങ്ങനെ തന്നെ, സൺലൈറ്റ് ഒഴികെ ബാക്കിയല്ല. സൺലൈറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ സൺലൈറ്റ് അങ്ങനെ ഉണ്ടാകും. മറ്റുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സസും നമ്മുടെ യൂസിനനുസരിച്ച് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതനുസരിച്ച് റീപ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അതിന്റെ സ്കാർസിറ്റി ഉണ്ടാകും, അതിന് ക്ഷാമം ഉണ്ടാകും. ഈ പറഞ്ഞ ഓക്സിജൻ അടക്കം. നിലവിൽ നമുക്ക് അങ്ങനെ വരുന്നില്ല, നമുക്കതിന് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം നമ്മുടെ സൗകര്യാർത്ഥം വീട് പണിയാനും കെട്ടിടങ്ങൾ പണിയാനും ആയിട്ട് മരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഫോട്ടോസിന്തസിന്റെ അളവ് കുറയും, അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവും കുറയും. നമ്മളുടെ ഉപയോഗം കുറയുന്നില്ല, നമ്മൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? പോപ്പുലേഷൻ ഓൾസോ ഈസ് ഇൻക്രീസിങ്, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ, ആനിമൽസും ഹ്യൂമൻ ബീങ്സും ഒക്കെ എല്ലാം എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഉപയോഗം കൂടുന്നു. അത്രയും പ്ലാന്റ്സ് ഇല്ലാതെ വരുമ്പോൾ കുറയും. ലൈക്ക് ദ സെയിം വേ വാട്ടർ, യൂസ് ഓഫ് വാട്ടറും നമ്മുടെ കിണറ്റിലെ ആണെങ്കിലും ബോർവെല്ലിലെ ആണെങ്കിലും എല്ലാം ഗ്രൗണ്ട് വാട്ടർ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. അത്രത്തോളം അളവിൽ വെള്ളം വരുന്നില്ല എങ്കിൽ, അത്രയും അളവിൽ വെള്ളം വരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം പിന്നെ നേരത്തെ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10-20 വർഷം മുന്നേ when I was working at ബാംഗ്ലൂർ ആൻഡ് ഓൾ, അവിടെയൊക്കെ ബോർവെൽ അടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെയും ബോർവെൽ ഉണ്ട്, പക്ഷെ 15 മിനിറ്റ് അടിക്കുമ്പോൾ വെള്ളം തീർന്നു. പക്ഷെ അതിന്റെ ആരംഭത്തിൽ, അതായത് ആദ്യം കുഴലടിച്ച സമയത്ത് ഇഷ്ടംപോലെ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നായിരിക്കാം, അല്ലേ? കുഴലടിച്ച സമയത്തൊക്കെ നിങ്ങൾ വരുമ്പോൾ കുഴലടിച്ചതാണോ? അതേ നേരത്തെ അടിച്ചിരുന്നല്ലേ? അല്ല, ഞങ്ങള് വന്ന സമയത്ത് അടിച്ചതാ. അന്നേ വെള്ളമില്ലായിരുന്നോ? ഇല്ല. ഓക്കെ. പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്കറിയാം ബോർവെൽസ് ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷെ ക്രമേണ നമ്മളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് അത്രയും വെള്ളം ഉറവ അവിടെ വരാത്തത് വരുമ്പോൾ നമ്മളുടെ വെള്ളത്തിന്റെ വരവ് കുറയും. So here example I will tell. When I was at Bangalore nearly 25 years ago, most of the people they use borewells. So while they were digging the borewells 250-300 feet and all, they used to get water. But now, as years passed, we know that Bangalore is a highly thickly populated region, isn't it? So use of water is very high there. So now they have to dig the borewell nearly 1,500-2,000 feet since. That much deeper. So അന്നത്തെ കാലത്ത് ഒരു 250-300-350 അടി താഴ്ചയുള്ള ബോർവെല്ലിന് ഇന്നത്തെ ആഴം എന്ന് പറയുന്നത് പിന്നെ 1500-2000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഈസ് ഗോയിങ് ലോ വെരി ലോ. ബിക്കോസ് നമ്മുടെ യൂസ് അതുപോലെയാണ്. ഒരുപാട് ജനസംഖ്യ കൂടി നമ്മൾ പഴയതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്നവരും നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗം കൂടുതലാണ്. അങ്ങനെ ഓക്കെ. നെക്സ്റ്റ്
For example, groundwater is a renewable resources. However, today we are using at a faster rate than the rate at which it is renewed. Cutting down of forest for construction of houses, factories, roads, etc. also interferes with the natural process of renewal of groundwater. When we cut down the trees and all, നമ്മുടെ വെള്ളത്തിന്റെ ഉൽപാദനം കുറയും ട്രീസ് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ വി ആർ കൺസ്ട്രക്ടിങ് എ ലോട്ട് ഓഫ് buildings compared to previous years. The number of buildings have been increased. ഒരുപാട് ബിൽഡിങ്ങിന്റെ എണ്ണം കൂടി ഇപ്പോൾ. പണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ വീടൊക്കെ നിങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയയിൽ 1 or 2 വീടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒരു 5 or 6 വീട് ഉണ്ടായിട്ടുണ്ടാവും. സോ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? The number of buildings have been increased, and another thing, factories have been increased a lot. Then നമുക്കറിയാം ഇപ്പം നമ്മുടെയൊക്കെ വീടിന്റെ മുറ്റമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി സുന്ദരമാക്കി വെക്കും. സോ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫെയ്ത്തിന്റെ വീട് ഇന്റർലോക്ക് ഇട്ടതാണോ മുറ്റം? അല്ല. കണ്ടിട്ടുണ്ടോ ഇന്റർലോക്ക് ഇട്ട വീടിന്റെ മുറ്റമൊക്കെ കണ്ടിട്ടുണ്ടോ? തറവാട്ടിൽ അങ്ങനെയാണ്. ഓക്കെ. സോ അതിന്റെ ഗുണം എന്തൊക്കെയാണ്? എന്തിനാ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നത്? ചെളി നേരെ ചെളിയിലോട്ട് ഇരിക്കാതിരിക്കാനൊക്കെ. വെരി ഗുഡ്. നമ്മുടെ മുറ്റം നല്ല നീറ്റ് ആയിരിക്കും അല്ലെ? മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി വീടാണ് ചെളിയെല്ലാം കൂടെ ചവിട്ടി നമ്മള് വീടിന്റെ ഉള്ളിലേക്കൊക്കെ കയറ്റും. പക്ഷേ ഈ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഗ്ലാമർ ആയിട്ട് കാണാം. പെയിന്റ് ഒക്കെ അടിച്ച് ഇന്റർലോക്കും കൂടെ ആണെങ്കിൽ സൂപ്പറാണ് അല്ലെ? പക്ഷേ വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദാറ്റ്? അതിന്റെ ദോഷം എന്താണ്? വെള്ളം താഴോട്ട് പോകാതിരിക്കും. Yes, correct. It will not allow the water to go to the ground. വെള്ളം ഗ്രൗണ്ടിലേക്ക്, ഭൂമിയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല. ആ വെള്ളം ചുമ്മാ ഒഴുകി പോവുള്ളൂ, ഒരു യൂസും ഇല്ലാതെ. അതേസമയം ആ വെള്ളം അവിടെ വീണാൽ നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി പോകുമായിരുന്നു അല്ലെ? മണ്ണിലേക്ക് ഇറങ്ങുമായിരുന്നു. സോ നമ്മളിങ്ങനെ പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ ചിപ്സ് ഇടാറുണ്ട്. അതും പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് വിൽ ലുക്ക് ബ്യൂട്ടിഫുൾ. നമ്മുടെ മുറ്റം ഒരു ഭംഗി തോന്നും. ഇവിടെ ഇട്ടിട്ടുണ്ട് മിസ്സേ. ചിപ്സ് ഇടുമ്പോ അതൊരു ഭംഗി തോന്നുന്നുണ്ട് അല്ലെ? അപ്പം ഭംഗി കാണാറുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചെന്നാല് പല വീടുകളിലും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിപ്സിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കും കൂടി ഇടാറുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതിന് ശേഷം അതിന്റെ മേളിൽ ചിപ്സ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് ഗുണമുണ്ട്. എന്താന്ന് വെച്ചെന്നാല് ഇപ്പൊ ഓഫ്കോഴ്സ് നമുക്കറിയാം, ഇപ്പൊ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ മഴവെള്ളം ഒഴുകി ഇങ്ങ് വരുമ്പോൾ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ സീഡ്സ്, ഡ്രൈ ആയിട്ടുള്ള സീഡ്സ്, ഫ്ലവേഴ്സ് ഒക്കെ ഈ വെള്ളത്തിന്റെ ഒപ്പം ഒലിച്ചു വരാറുണ്ട്. അതൊക്കെ ഇവിടെ വീണ് മുളച്ച് ചെടി മഴക്കാലാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ പ്ലാന്റ്സ് മുളച്ചു വരും നമ്മുടെ മുറ്റത്തൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചെന്നാല് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മേളിലാണ് ചിപ്സ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇതിന്റെ റൂട്ടിന് അധികം താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം മണ്ണിനുമായിട്ട് കണക്ഷൻ ഇല്ല അല്ലെ? അന്നേരം എന്ത് സംഭവിക്കും? നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് വലുതാവുന്ന ഒരു പ്ലാന്റ് ഒക്കെയാണ്, അതിന്റെ റൂട്ട്സ് വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഫ്രം ദ soil. So if you have put a plastic sheet and have arranged the chips on that, it is easy to pluck the plant if there are plants. But അതിനേക്കാൾ ഉപരി ദോഷം വരുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങത്തില്ല. ഒരു ഭാഗം നല്ലതായിട്ട് തോന്നുമെങ്കിൽ മറ്റേ ഭാഗത്ത് അതിൻ്റെതായ കോൺസിക്വൻസും ഉണ്ട്. ഹിയർ സെയിം വേ, cutting down forest and construction houses, factories, റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമുക്കറിയാം ആ ഭാഗത്ത് നമ്മൾ താറൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വെള്ളം താഴോട്ട് ഇറങ്ങത്തില്ല അല്ലെ? സോ ലൈക്ക് ദിസ് വേ വി ആർ interfering the natural process of renewal of water. വെള്ളം താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നില്ല, നമ്മൾ അനുവദിക്കുന്നില്ല. എന്ന് വെച്ചാൽ താഴോട്ട് ഇറങ്ങാതെ ഒരുപാട് ഒബ്ജക്റ്റ് ചെയ്യുന്നു, നമ്മൾ തടയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഈ കിണറ്റിലെയും ഇതിലെയൊക്കെ വെള്ളം താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് തടസ്സമാകുന്നു നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ മൂലം. അതുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ വിൽ ബി ഗോയിങ് ഡൗൺ. Next, non-renewable resources are those which are once used up cannot be replaced within a reasonable period of time. Next one is non-renewable resources. These resources are the resource that once if we use, it will be over.
ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം കോരി വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്ന പോലെ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്താൽ അതിനകത്ത് 1 കപ്പ് വെള്ളം കുറഞ്ഞു, പിന്നെ അതിനകത്തോട്ട് ഒരു ഉറവ പോലെ വരുന്നില്ല പാത്രത്തിലേക്ക്, നമ്മൾ എടുക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള നമ്മൾ ഫോർ എക്സാമ്പിൾ പെട്രോളിയം, ഡീസൽ, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഫോസിലൊക്കെ ആകുന്നത് വിതിൻ 1 or 2 years will not happen. It will take millions of years, not thousands, millions of years it will take. അത്രയും വർഷങ്ങൾ എടുക്കും. അത്രയും വർഷങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പെട്രോൾ, ഡീസൽ ഒക്കെ. അപ്പൊ നമ്മൾ എന്തോരം വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുന്നു അല്ലെ, എടുക്കുന്ന അനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന നോൺ റിന്യൂവബിൾ. പക്ഷെ ആകും, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. വെള്ളം എന്ന് പറയുന്നത് നമുക്കൊരു വിതിൻ ഷോർട്ട് ടൈം, കുറച്ച് സമയം കൊണ്ട് തന്നെ 1 or 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളമാകുന്നുണ്ട് കിണറ്റിലൊക്കെ അല്ലെ. പക്ഷെ ഈ പറയുന്ന പെട്രോളിയം, ഡീസൽ പോലെയുള്ള വസ്തുക്കളൊക്കെ, പെട്രോളിയം പ്രൊഡക്ട്സ് പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്ത് സംഭവിക്കും, ഒരുപാട് വർഷങ്ങൾ എടുക്കും. ഫോർ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂൽസ് ലൈക്ക് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഓർ കോൾ ടേക്ക് millions of years to form. Hence, once used up, these resources would take millions of years to form. Similarly, topsoil once eroded will take hundreds of years to form. നമുക്കറിയാം നമ്മുടെ മണ്ണുണ്ടാകുന്ന how the soil is formed. The rocks will, when it becomes powder, it will become soil. പാറകൾ പൗഡർ ആകുന്ന പൊടിഞ്ഞിട്ടാണ് നമ്മുടെ അത് ക്രഷ് ചെയ്ത് പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാകുന്നത്. ഓക്കെ, സോ വൺസ് ദ സോയിൽ ഈസ് എറോയിഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, സോയിൽ എറോഷൻ, മണ്ണ് ഒലിച്ചു പോവുക. മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാകണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും? 1 or 2 വർഷം കൊണ്ട് ആവത്തില്ല. പാറ പൊടിയുക എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് വെരി സ്ലോ പ്രോസസ്. Very slow process. Within 1 or 2 years it will not take place. It will take many years, thousands of years it will take. അത്രയും വർഷങ്ങൾ വേണം. അപ്പൊ ഈ മണ്ണ് മഴയൊക്കെ പെയ്ത് വെള്ളത്തിലൂടെ മണ്ണ് ഒലിച്ചു പോകുന്ന മണ്ണ് ഇനി ആകണമെങ്കിൽ, ആ ഭാഗത്ത് അത്രയും മണ്ണ് ഇനി ഉണ്ടാകണമെങ്കിൽ അത്രയും വർഷങ്ങൾ എടുക്കും. So hence the one is this used. Similarly, topsoil when eroded will take hundreds of years to form. However, some non-renewable resources such as metals can be used again and again. These non-renewable resources can be recycled. നമുക്ക് പറയാം നമ്മുടെ അയൺ മെറ്റൽസ് നമുക്ക് കിട്ടുന്ന അലുമിനിയം, അയൺ അങ്ങനെയുള്ള നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അല്ലെ ഗോൾഡ് അങ്ങനെയൊക്കെ കിട്ടുന്ന മെറ്റൽസ് ഇല്ലേ, ദീസ് മെറ്റൽസ് ക്യാൻ ബി റീയൂസ്ഡ്. ഒരിക്കൽ ഉപയോഗിച്ച് അതിനുശേഷം പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമുക്കറിയാം നമ്മുടെ അലുമിനിയം നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രം, അത് നമ്മൾ ഒരു പാത്രമായിട്ട് കുറേ വർഷങ്ങൾ ഉപയോഗിച്ചു, അതിനുശേഷം അതിനൊരു ഹോൾസ് ഒക്കെ വന്ന് അത് യൂസ്ലെസ് ആയെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളത് വിറ്റ് കഴിഞ്ഞാലോ അവരത് കൊണ്ടുപോയി വീണ്ടും ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത് വീണ്ടും ഒരു പുതിയ പാത്രമാക്കി തരും അല്ലേ. അതുപോലെ നമ്മുടെ വീട്ടിലെ കത്തി, വാക്കത്തി ഇങ്ങനെയുള്ള അയൺ മെറ്റൽസ്, അയൺ ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ എന്താ പറയുന്ന കത്തി, വാക്കത്തി, തുമ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കൊല്ലന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ആക്രിക്കാർക്കൊക്കെ കൊടുക്കും. അതിനുശേഷം അവരത് പണിത് വേറെ പുതിയ സാധനമാക്കി തരും അല്ലേ. ലൈറ്റായിട്ട്. So this can be recycled. So like this way, renewable resources and non-renewable resources. So first one is renewable resources. What is a renewable resource? Renewable resources are the resources that we get from the nature and can be again and again formed. As we use, again new resource will be formed or produced. For example, sunlight നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം അതൊരിക്കലും തീരുന്നില്ല. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓക്സിജൻ as we use, plants will send out oxygen through the photosynthesis. Then water as we use again, within short time water again we will get. But some resources as we use, it will take a long time to reproduce again. For example, fossils, petroleum and all, it will take a long time. അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ നടക്കുന്ന സമയത്ത് മേൽമണ്ണെല്ലാം ഒഴുകി പോകും അല്ലെ. അങ്ങനെ ഒഴുകി പോകുന്നത് പിന്നെ ഒരുപാട് വർഷങ്ങൾ എടുക്കും പുതിയ സോയില് അതുപോലെ ആകുന്നത്. അതിനോടിടയ്ക്ക് ബാക്കിയും കൂടെ ഒഴുകി പോകും.
Next, water renewable resources. Nearly 3/4 of the Earth's surface is covered with the water. Water is found in puddles, ponds, rivers, lakes, and oceans. Under the ground, it is present in empty spaces between rocks. So, water is നമുക്കറിയാം water എന്ന് പറയുന്നത് നമ്മുടെ you have studied in other lessons or in other classes. Nearly about 3/4 of the earth is covered with water. Earth in the 3/4, 4/3 ഭാഗവും വെള്ളമാണ്. But this water, our useful water എന്ന് പറയുന്നത് nearly 1%. നമുക്ക് വളരെ കുറച്ച് മാത്രം വെള്ളമേ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് ലൈഫിന് ഉതകുന്നത്, മനുഷ്യർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. The rest is salty water, that is from the oceans and seas. Water is found in puddles, ponds, rivers, lakes, and oceans. Under the ground, it is present in empty spaces between the rocks. റോക്സിന്റെ ഇടയ്ക്ക്, അതായത് നമുക്കറിയാം മണ്ണില് വെള്ളം കിണറൊക്കെ കുത്തി നമ്മൾ കിണറ്റിലൊക്കെ വെള്ളം കണ്ടിട്ടില്ലേ. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ലൈ ഫ്രോസൺ ഇൻ ഗ്ലേസിയേഴ്സ് ആൻഡ് പോളാർ ഐസ് ക്യാപ്സ്. നമ്മൾ കിണറ്റിലൊക്കെ കാണുന്ന പോലെയല്ല, ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് വാട്ടർ ഐസ് ആയിട്ട് പോളാർ റീജിയൻസിലും ഗ്ലേസിയേഴ്സിലും ഒക്കെ കാണാം. നമുക്കറിയാം ഹിമാലയൻ റീജിയനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് സ്നോ ആണ് അല്ലെ. അതുപോലെ പോളാർ റീജിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. So these are actually this waters. Ice piece means it is a form of water, isn't it? In solid form only. Okay, large quantities of water lie frozen in glaciers and polar ice caps. Water is also present in air in the form of water vapor. Water is essential for life. A person can live without food for several weeks, but without water, he cannot live for more than a few days. നമുക്കറിയാം, without food we can live for 1 or 2 weeks, but without water we cannot live more than 3 or 4 days. All plants and animals have large amounts of water in their bodies. We studied in other classes, in other lesson, that nearly 70% of our body weight is consisted of water in the form of blood or in any other form. അല്ലെ, നമ്മൾ പഠിച്ചല്ലേ നേരത്തെ ഒരു ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ ലെസണില്? നമ്മുടെ ബോഡിയുടെ nearly 70% is 70% എന്താണ്? വാട്ടർ ആണ് അല്ലേ. Several life processes in humans and animals such as digestion of food, absorption of nutrients by the body, distribution of nutrients to various parts of the body, or getting rid of body waste need water. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും need water, like digestion, then removing the waste from the body, absorption of nutrition from the food. അങ്ങനെ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും എന്താണ്? നീഡ് വാട്ടർ. അപ്പം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ്. നമുക്കറിയാം ഡ്രിങ്കിങ് പർപ്പസിന് മാത്രമല്ല, നമുക്കറിയാം ആന്റെ വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കൊക്കെ അറിയാം. വാഷിംഗ് പർപ്പസ്, നമ്മുടെ വാഷിംഗ് ക്ലോത്ത്, കുക്കിംഗ് ഫുഡ്, ദെൻ cleaning the house, cleaning the vehicles, bathing the animals. ഇങ്ങനെ different purpose ഉണ്ട് അല്ലേ. About 2/3 of the human body consists of water. We take in water through food and drinks and lose it in the form of urine, sweat and exhaled air. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എന്തോ കുറെ നമ്മൾ പുറത്തോട്ട് കളയുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് യൂറിന്, വേസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ സ്വെറ്റ്, പിന്നെ നമ്മൾ എക്സാൽഡ്, അതായത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ശ്വാസത്തിലൂടെ നമുക്ക് വാട്ടർ വേപ്പർ പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ കുറെ രീതിയിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. വാട്ടർ helps to control our body temperature. In hot weather we drink a lot of water. During summer season we drink a lot of water. Why? Because our body is heated at that time. So to maintain our body's heat, നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും. അതേസമയം മഴക്കാലത്ത് നമ്മൾ അധികം വെള്ളം കുടിക്കില്ല, വേനൽക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലെ. പിന്നെ നമ്മൾ വേനൽക്കാലം ആയി കഴിയുമ്പോൾ സമ്മർ സീസണിൽ നമ്മൾ ജ്യൂസി ഫുഡ് കഴിക്കും, ജ്യൂസും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ, ജ്യൂസി ഫ്രൂട്ട്സ് ലൈക്ക് വാട്ടർമെലൻ, ഓറഞ്ച്, ലൈക്ക് ദാറ്റ് വേണ്ട. This maintains our body temperature within reasonable limits. Water that evaporates from the surface of our body in the form of sweat takes away
heat from the body and thus cools it. So when we have sweat, when the sweat comes out of the body, it also takes the heat from our body. നമ്മുടെ ബോഡിയിൽ നിന്നും ചൂടും കുറയ്ക്കും. അപ്പൊ നമ്മള് വെയിലത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. നമുക്കറിയാം നമ്മൾ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഷുവർലി അവർ ബോഡി വിൽ ബിക്കം ഹീറ്റഡ്. ബോഡിക്ക് ഭയങ്കര ചൂടായിരിക്കും നമ്മൾ ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെ. ആ സമയത്ത് നമുക്ക് സ്വെറ്റിങ്സ് ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ സ്വെറ്റിങ്ങിലൂടെ നമ്മുടെ ബോഡി ഹീറ്റ് കുറയും. സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ആണ്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് അവർ ബോഡി ടു ബി കൂൾഡ്. In plants, water is essential for germination of seeds and their growth. We know that for plants also, in different ways, water is necessary. Photosynthesis, first one is photosynthesis. And we know that if there is no water, photosynthesis will not take place. So, water is an essential item for photosynthesis. Next one is germination of seed. What is the meaning of germination of seed? Growing a new plant from the seed. വിത്ത് മുളച്ചിട്ട് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതാണ് germination of seed. So we know that if we keep a seed in the sunlight for years together, it will not germinate. അതായത് ഒരു സീഡ് നമ്മൾ ചുമ്മാ സൺലൈറ്റ് കിട്ടും എന്നും പറഞ്ഞ സൺലൈറ്റിൽ കൊണ്ട് വെച്ചിട്ട് എത്ര വർഷം വെച്ചാലും അത് മുളച്ചൊരു പുതിയ പ്ലാന്റ് ആവത്തില്ല. മുളയ്ക്കണമെങ്കിൽ അതിന് സൺലൈറ്റിന്റെ ഒപ്പം വാട്ടറും കൂടെ വേണം അല്ലെ. സോ വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ germination of seeds and for other growing also. അതിനുശേഷം വളരുന്നതിനും വെള്ളം വേണം. വെള്ളം ഒഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വളരുവോ? ഇല്ല. It also helps to transport nutrients from the soil and the food from the leaves to different parts of the plants. നമുക്കറിയാം നമ്മളൊരു പ്ലാന്റിന്റെ ചുവട്ടില് പോയിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ മരമുണ്ട്, മരത്തിന്റെ റബ്ബർ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ, തെങ്ങുണ്ട്. ചുവട്ടിൽ കുറെ ചാണകം കിട്ടും. ചാണകം ഇട്ടാൽ ചാണകം അതേപോലെ പ്ലാന്റിന് കിട്ടുന്നില്ല. പക്ഷെ plants will take the food in the form of liquid only. ലിക്വിഡ് ആയിട്ട് മാത്രമേ അത് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്ലാന്റ്സിന്റെ ഒക്കെ ചുവട്ടില് അതായത് റബ്ബറിനും ഒക്കെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇടാറുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അത് മെൽറ്റ് ചെയ്യും. അങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എന്തുണ്ടാകുന്നു, അത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ലിക്വിഡ് ഫോമിലാണ് റൂട്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് ഒബ്സർവ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പ്ലാന്റ്സിന് യൂസ്ഫുൾ ആകും. You already know about the process of photosynthesis where plants use water along with the carbon dioxide from the air to make food in the presence of sunlight. Next, besides being essential for life, water is useful to us in many ways. It is essential for cooking and washing and for generating electricity. A large amount of water is used in agriculture and industries. So not only for cooking purpose, for industrial purpose, then agricultural purpose, washing, washing animalsine കുളിപ്പിക്കുന്നതിന്, നമ്മുടെ വീടെല്ലാം ക്ലീൻ ചെയ്യുന്നതിന്, ഇങ്ങനെ ഡിഫറെന്റ് പർപ്പസ് we are using water. A large amount of water is used in agriculture and industries. Water is also used as a medium of transport. In 6th standard you have studied that in industry water is used in a large quantity. വലിയൊരു അളവിൽ വെള്ളം ഉപയോഗിക്കുന്നു. നമ്മൾ കാറ്, വണ്ടി, ലോറി, എന്ത് വെഹിക്കിൾ എല്ലാം ഉണ്ടാക്കുന്നത് എല്ലാ ഇൻഡസ്ട്രിയൽ പർപ്പസിനും വെള്ളം ആവശ്യമാണ്. Water is also the habit for several plants and animals. Water does not heat up or cool down as fast as land. നമുക്കറിയാം so many types of aquatic plants and animals are there. നമുക്ക് ലാൻഡിൽ മാത്രമല്ല aquatic plants and animals also are there. So if there was no water, there would have been no aquatic plants and aquatic animals also, like fish and all. Anyway, water, we have studied sea breeze and land breeze and all. There I told you that water will not get hot very fast. Like the same way, water will not get cool very fast compared to the land. ലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ വാട്ടറിന് പെട്ടെന്ന് ചൂടാകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കുകയോ ചെയ്തിട്ടില്ല. സ്ലോ പ്രോസസ്സറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, this help the aquatic plants
and animals to survive in very hot or cold conditions as the temperature of water remains controlled. So അതുകൊണ്ട് തന്നെ aquatic plantsനും aquatic animalsനും ആ ഒരു weather condition means slowly it will get heated and like the same way slowly it will be cooled. So ആ ഒരു ഇത് aquatic plantsനും animalsനും ഒരുപാട് യൂസ്ഫുൾ ആണ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി. പെട്ടെന്ന് വെള്ളം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള animalsനും പിന്നെ പ്ലാന്റ്സിനും അത് ഹാംഫുൾ ആയിരിക്കും. ലൈക്ക് ദാറ്റ് വേ പെട്ടെന്ന് ചൂടായോടത്തുനിന്ന് പെട്ടെന്ന് തണുത്ത് കഴിയുമ്പോൾ അതും ഹാംഫുൾ ആയിരിക്കും. സോ വാട്ടർ വിൽ ഹെൽപ്പ് ടു കൺട്രോൾ ദ ഹോട്ട്നെസ് ആൻഡ് കൂൾനെസ് ഓഫ് ദ വാട്ടർ. Next, shortage of water. What is shortage of water? Shortage of water means കുറവ് വെള്ളത്തിന്റെ scarcity of water. That is known as a drought. Drought എന്ന് പറഞ്ഞാൽ വരൾച്ച. നമുക്കറിയാം, നമുക്കൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ട്. ഇവിടെ ചിത്രം കണ്ടോ, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട് ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കുറേ ദൂരമൊക്കെ പോകുന്നത് അല്ലെ. നമുക്കൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നമ്മളിങ്ങനെ ലാവിഷ് ആയിട്ട് വെറുതെ കളയാണ്, വേസ്റ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഷോർട്ടേജ് ഓഫ് റെയിൻ. മോസ്റ്റ് ഓഫ് അവർ വാട്ടർ, മോസ്റ്റ് അല്ല എല്ലാ വെള്ളവും നമുക്ക് കിട്ടുന്ന ഈ റെയിനിൽ നിന്നാണ്. സീയിൽ നിന്നും ഇവാപറേറ്റ് ചെയ്ത്, ഓഷനിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് കണ്ടൻസേഷൻ ആയി പിന്നെ റെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളമാണ് നമ്മുടെ പോൺസിലും റിവേഴ്സിലും വെൽസിലും ഒക്കെ ഉള്ളത്. ദാറ്റ് ദ വാട്ടർ ദാറ്റ് വി യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മഴ കിട്ടാതെ വരുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഒരേ രീതിയിലല്ല മഴ കിട്ടുന്നത് അല്ലെ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിലാണ് റെയിനിന്റെ അവൈലബിലിറ്റി ഉള്ളത്. സോ വേർ ദർ ഈസ് വെരി ലെസ് റെയിൻ ദേ വിൽ ഹാവ് ദ പ്രോബ്ലം ഓഫ് എ സ്കാർസിറ്റി ഓഫ് വാട്ടർ. As we have discussed in this chapter, water is an inexhaustible. Inexhaustible എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതെ പറ്റില്ലാത്ത, മസ്റ്റ് ആയിട്ടുള്ള ഒന്ന്. And renewable natural resources. However, we still hear about shortage of water at many places. The United Nations has recommended that a minimum of 50 liters of water should be available to each of us per day for drinking, washing, cooking and cleaning. ശരിക്കും ഒരു 50 ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു വ്യക്തിക്ക് ആവറേജ് കണക്കാണ്. നമുക്ക് 50 ലിറ്റർ വെള്ളം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ആകുമോ? കുളിക്കാൻ തന്നെ 50 ലിറ്റർ, ഷവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50 അല്ല, ഒരു 200 അല്ലെ. ടാങ്കിലെ വെള്ളം തീരുന്ന മിക്കവാറും പിള്ളേരുടെ കണക്ക്. ഷവറില്ലാത്തവര് ബക്കറ്റിലൊക്കെ കോരി കുളിക്കുമ്പോൾ പൈപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കും. പൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടില് നമുക്ക് പൈപ്പ് ഉണ്ട് നിലയിൽ ഇവിടെ പറയുന്നു ലാവിഷായിട്ട് കുളിക്കുന്നു, ഒരു 2-3 ബക്കറ്റ് വെള്ളം. ഇനി ഷവർ ആണെന്നൊരിക്കലോ പറയണ്ട, ടാങ്കിലെ വെള്ളം തീരുന്നതായിരിക്കും മിക്കവാറും കണക്ക്. പക്ഷേ നമ്മളോട് പറഞ്ഞ ഒരാൾക്ക് 50 ലിറ്റർ എല്ലാം കൂടെ കൂടിയിട്ടാണ് കുളിക്കുക, കുടിക്കുക, സകല പരിപാടിയും കൂടെ. പക്ഷേ ഈ 50 ലിറ്ററിന് പകരം നമ്മളൊക്കെ ഒരാള് അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു 20 ലിറ്റർ പോലും അല്ലെ 10 ലിറ്റർ പോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാ ദിവസവും കുളിക്കാൻ പറ്റാതെ വരുന്നു, എല്ലാ ദിവസവും വാഷ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊരു ആവറേജ് കണക്കാണ്. should be available to each of us per day for drinking, washing, cooking and cleaning. However, millions of people in our country and several other countries of the world do not even get this minimum amount. See, this a minimum ഭാഗം നമുക്ക് കിട്ടാറേ ഇല്ല എന്നുള്ളതാണ്. ഈ 50 പോയിട്ട് 10 പോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. 50-ന് പകരം 250 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവരും ഉണ്ട്. മനസ്സിലായോ? They have to face great hardship in getting whatever little water they can. So അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് ഒരു ഡ്രോപ്പ് വെള്ളം എവിടെന്നെങ്കിലും കിട്ടിയാൽ പോലും they will try to make use of it. അവരത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. It is estimated that in a few years from now, more than 1/3 of the people in the world could face a water scarcity. അപ്പൊ ഇത് കേട്ടോളുക, അത് കേട്ടിട്ട് ഇനി നമ്മൾ വെള്ളം ഉപയോഗിച്ചോളുക എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്, അതായത് ഇവര് കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. നിയർലി എ ഫ്യൂ ഇയേഴ്സ് ഫ്രം നൗ, ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് മീൻസ് ഇപ്പോഴത്തേത് വെച്ച് നോക്കുമ്പോൾ ഒരു 10-20 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും, 10-15 വർഷം, നിയർലി 1/3 of the people or population will get
വെരി 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 ലെസ് വാട്ടർ. ഇപ്പൊ നമ്മുടെ കിണറ്റിലൊക്കെ ഉള്ള വെള്ളം ഒരു 5 6 അല്ലെ 10 വർഷം കഴിയുമ്പോഴത്തേനും വറ്റി വരണ്ടു പോകും. പിന്നെ നമ്മൾ അപ്പുറത്തെ കിണറ്റിൽ പോകേണ്ടി വരും. അവിടെ അവരുടെ ഓൾറെഡി കുറഞ്ഞു. ഇനി വീണ്ടും നമ്മളും കൂടി ചെന്ന് ഉപയോഗിക്കുമ്പോൾ അഗെയിൻ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കം വെരി ലെസ്. പിന്നെയും അത് കുറയും അല്ലെ? അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഉള്ള വെള്ളം ഇപ്പം കുറേശ്ശെ ഉപയോഗിക്കുക, കുറേശ്ശെ ഉപയോഗിച്ച് ശീലിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഒത്തിരി വെള്ളം ഉപയോഗിച്ച് ശീലിച്ചവർക്ക് പിന്നെ ഇത്തിരി വെള്ളത്തിനുള്ള പരിപാടിയേ പറ്റൂല അല്ലെ? We face a shortage of water mainly because water is not evenly distributed by the nature on the earth. And വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം ഈ ഷോർട്ടേജ് വരുന്നതിന്റെ കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും ഒരേ രീതിയിലല്ല വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻ സം പ്ലേസ് they will get plenty of rain, but in some place less rain, and in some place no rain at all. So like this way, ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ വെള്ളം കിട്ടാതെ വരുന്നത്. Some places such as Northeast India gets so much water that there are the floods almost every year. In some places people face a problem of drought, but in some places they get a lot of water and they face a flood. Means we know that in northern side or northeastern side Himachal Pradesh and all, lot of places covered with snow, ice. Himachal means ice ആയിട്ട് കവർ ചെയ്ത് കിടക്കുന്ന ഐസ് കവർ ചെയ്തിട്ടാണ്. അത് മെൽറ്റ് ചെയ്ത് അവിടുത്തെ റിവേഴ്സിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമാണ്. അതുകൊണ്ട് പിന്നെ അവിടെ നല്ല ഹെവി ഫോറസ്റ്റ് ഉണ്ട്. സോ ദേ ഗെറ്റ് എ ഹെവി റെയിൻ എവറി ടൈം. മഴക്കാലത്തൊക്കെ നല്ലപോലെ മഴ കിട്ടും. സോ അത് നമ്മൾ ഇന്നാള് കണ്ടതാണ് ഉത്തരാഖണ്ഡിലോ ഉത്തരാഞ്ചലിൽ അല്ലെ? അവിടെ മഴ പെയ്തിട്ട് ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കമൊക്കെ, അതായത് ഉരുളൊക്കെ പൊട്ടി കണ്ടില്ലായിരുന്നു ടിവിയിൽ ഒരു കുറച്ച് നാള് മുന്നേ. Some places such as Northeast India gets so much water that there are floods almost every year. Others is ഇപ്പൊ ഇവിടെ ഫുള്ള് വെള്ളം നിറയാൻ സാധ്യതയുണ്ട്, നല്ല മഴക്കാർ. Is it raining? Not raining. Somewhat cloudy, isn't it? Here also. തൂളി തുടങ്ങി മിസ്സേ. Is it? Others such as the Thar Desert in Rajasthan may not get a rain for years and suffer from droughts. So even നമ്മൾ പറഞ്ഞ നോർത്ത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഫ്ലഡ്, ബട്ട് ഇൻ ഡെസേർട്ട് ലൈക്ക് താർ ഡെസേർട്ടിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഡ്രൗട്ട് ആണ്. രാജസ്ഥാനിലൊക്കെ എന്താ അവിടെ ഹ്യൂമൻ ഹു ഹാവ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ടു ഫെച്ച് വാട്ടർ ഇൻ ഡെസേർട്ട് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ. ഇവിടെ രാജസ്ഥാനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരോട്ട് പോവുകയാണ് അല്ലെ? Also, much of the water available to us is not in usable form. നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ആ വെള്ളം നമുക്ക് യൂസബിൾ ആയിട്ടില്ല. മീൻസ് സീ വാട്ടർ ആണ്, ദറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ ഫോർ എനി പർപ്പസ്. കുടിക്കാനോ അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണത് അല്ലെ? ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞില്ലേ? ക്ലാസ് കട്ടായില്ല അല്ലെ? നമുക്ക് 15 വരെ ഉള്ളൂ. Time is up. Shall we wind up the class? Yes, miss. ഇപ്പൊ 40 മിനിറ്റ് ആയി. Okay, ഒരു ക്ലാസ്സും കൂടി ഇല്ല നമുക്ക്. We'll continue then. Okay, bye.